നമ്മുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വിഷമേതാണെന്നറിയാമോ? അത് പുറത്തുനിന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണ്. മറ്റുള്ളവർ എന്തു പറയും എന്ന ആ പേടി. കണ്ണിൽ കാണാത്ത ചങ്ങലകൾ കൊണ്ട് നമ്മെ വരിഞ്ഞുമുറുക്കുന്ന ഒരു തടവറയാണത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഗൗതമബുദ്ധൻ സത്യം തേടി കൊട്ടാരം വിട്ടിറങ്ങിയത് ഈ ലോകത്തോടും ആൾക്കൂട്ടത്തോടും കലഹിച്ചുകൊണ്ടായിരുന്നു. ലോകം എന്തു കരുതും എന്നതിനേക്കാൾ ഏതാണ് ശരിയെന്ന ബോധ്യമായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുടെ ആത്മവിശ്വാസം പതുക്കെ ചോർന്നുപോകുമെന്ന് മനഃശാസ്ത്രവും പറയുന്നു. നമ്മുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് പുറത്തുള്ളവരല്ല, മറിച്ച് നമ്മുടെ തന്നെ ബോധ്യങ്ങളാണ്. ആൾക്കൂട്ടത്തിനിടയിലും തളരാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മനക്കരുത്തുള്ളവൻ. ഇന്നത്തെ കാലത്ത് പലർക്കും ഒറ്റയ്ക്കാകാൻ പേടിയാണ്. എന്നാൽ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത എന്നത് സ്വയം കണ്ടെത്താനുള്ള ഒരു വഴിയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളിലും മൊബൈൽ ഫോണിന്റെ തിരക്കുകളിലും നമ്മൾ മുഴുകിയിരിക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു ശൂന്യത നമ്മളെ അലട്ടാറുണ്ട്. ബാഹ്യമായ ഇത്തരം ഇടപെടലുകൾ നമ്മെ തളർത്തുകയേയുള്ളൂ. അതേസമയം മൗനവും ഏകാന്തതയും നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ ധ്യാനം എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ അറിയാനുള്ള വലിയൊരു തിരിച്ചറിവാണ്. ദുഃഖത്തെ ബുദ്ധൻ ഒരിക്കലും ഒരു ശത്രുവായി കണ്ടിരുന്നില്ല, മറിച്ച് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകനായാണ് അദ്ദേഹം വേദനകളെ കണ്ടത്. വലിയ ആഘാതങ്ങൾക്ക് ശേഷം ഒരാൾ മുൻപത്തേക്കാൾ കരുത്തനായി മാറുന്നതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ നമ്മൾ വേദനകളിൽ നിന്ന് ഒളിച്ചോടരുത്, മറിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണം. വെല്ലുവിളികളിൽ തളരാതെ നിൽക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. അത് പേശികളിലല്ല, മനസ്സിന്റെ നിശബ്ദതയിലാണ് ജന്മമെടുക്കുന്നത്. ലോകത്തെ കീഴടക്കുന്നതല്ല, ഉള്ളിലെ പേടിയെ ജയിക്കുന്നതാണ് വലിയ വിജയം. അത്ഭുതങ്ങളല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ ധൈര്യത്തോടെ നേരിടാനുള്ള പാഠങ്ങളാണ് ബുദ്ധൻ നമുക്ക് നൽകിയത്. നിങ്ങളിന്ന് തളർന്നിരിക്കുകയാണെങ്കിലോ ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിലോ ഒന്നോർക്കുക, നിങ്ങൾ ദുർബലരല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയാനുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കത്തിലാണ്. മനസ്സിനെ ജയിക്കാൻ പഠിച്ചാൽ ഏത് കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് ശാന്തമായി നിലകൊള്ളാൻ സാധിക്കും. എന്താണ് യഥാർത്ഥ മാനസിക കരുത്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കരയാത്തവരോ സങ്കടം പുറത്തു കാണിക്കാത്തവരോ ആണ് കരുത്തർ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സത്യമതല്ല. സങ്കടങ്ങൾ ഇല്ലാത്തവനല്ല, മറിച്ച് സങ്കടങ്ങൾക്കിടയിലും സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കരുത്തൻ. വീണുപോയാലും ഉള്ളിലെ സമാധാനം കെടാതെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. ദുഃഖം ജീവിതത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ അതിൽ മുങ്ങിത്താഴുന്നത് അറിവില്ലായ്മയാണെന്നും ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. നാസി ക്യാമ്പുകളിലെ അതിക്രൂരമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വിക്ടർ ഫ്രാങ്കൽ എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാളിൽ നിന്ന് അയാളുടെ സമ്പാദ്യമെല്ലാം തട്ടിയെടുക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഏത് സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. അതാണ് യഥാർത്ഥ കരുത്ത്. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മുറിപ്പെടുത്തിയേക്കാം, പക്ഷേ തളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ വലിയ തിരിച്ചറിവ് നിങ്ങളെ ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യനാക്കി മാറ്റും. നിങ്ങൾ സ്വയം അനുവദിക്കാതെ ഈ ലോകത്തിന് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തെയും വെറുമൊരു സാക്ഷിയായി നിന്ന് നോക്കിക്കാണാൻ പഠിക്കൂ. ഒരിക്കലും ആ സംഭവങ്ങളുടെ വെറുമൊരു പ്രതികരണമായി നിങ്ങൾ മാറരുത്. ബുദ്ധൻ നൽകിയ ഈ ലളിതമായ ഉപദേശം യഥാർത്ഥത്തിൽ മനസ്സിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. മാനസികമായി കരുത്തുള്ള ഒരാൾ വേദനകളിൽ നിന്ന് ഒരിക്കലും ഓടിയൊളിക്കില്ല. പകരം ആ വേദനയെ ശാന്തമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നു. ദുഃഖത്തോട് നിരന്തരം പൊരുതുന്നവർ ആ ദുഃഖത്തെ കൂടുതൽ വലുതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദുഃഖത്തെ ആഴത്തിൽ തിരിച്ചറിയുന്നവൻ അതിനു മുകളിലേക്ക് വളരുന്നു എന്നാണ് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. ന്യൂറോ സയൻസ് പറയുന്നതും ഇതുതന്നെയാണ്. ഒരു പ്രതിസന്ധിയെ അപകടമായി കാണുമ്പോൾ നമ്മുടെ മസ്തിഷ്കം സർവൈവൽ മോഡിലേക്ക് മാറുകയും ഭയവും ദേഷ്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അതേ സാഹചര്യത്തെ ഒരു പുതിയ പാഠമായി കാണാൻ ശ്രമിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ശരിയായ പരിഹാരങ്ങൾ തെളിഞ്ഞുവരികയും ചെയ്യും. അതായത് നമ്മൾ തോൽക്കുന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ചിന്താഗതി കൊണ്ടാണ്. ഇന്ന് പലരും മാനസികമായി തളർന്നുപോകുന്നത് അവർ ദുർബലരായി ജനിച്ചതുകൊണ്ടല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്താതെ ലോകത്തിന്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തതുകൊണ്ടാണ്. ഓരോ ചെറിയ വാക്കുകളും ഹൃദയത്തിലേക്കെടുത്ത് വേദനിക്കുന്നത് അമിതമായ സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആത്മനിയന്ത്രണത്തിന്റെ കുറവുകൊണ്ടാണ്. വഴിയിൽ കാണുന്ന ഓരോ കല്ലുമെടുത്ത് തിരിച്ചറിയാൻ നിന്നാൽ നിങ്ങളുടെ കൈകൾ തന്നെയാണ് മുറിയുന്നത്. എന്നാൽ ഏത് കല്ലാണ് നിങ്ങളെ സ്പർശിക്കാൻ പോലും യോഗ്യതയില്ലാത്തതെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട ഊർജം ലാഭിക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടുന്നതാണ് ഇന്ന് മാനസിക തളർച്ചയുടെ ഏറ്റവും വലിയ കാരണം. പലരും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നത് ലോകം എന്തു പറയും എന്ന് ചിന്തിച്ചാണ്. എന്നാൽ ബുദ്ധൻ ഒരിക്കലും ജനക്കൂട്ടത്തിന് പിന്നാലെ പോയില്ല. സത്യം എപ്പോഴും തനിച്ചായിരിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു.
മനഃശാസ്ത്രം പറയുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ജീവിക്കുന്നവരുടെ ആത്മാഭിമാനം എപ്പോഴും മറ്റൊരാളുടെ കയ്യിലായിരിക്കും. ഒരു ചെറിയ പ്രശംസ അവരെ ആകാശത്തോളം ഉയർത്തും, ഒരു ചെറിയ വിമർശനം അവരെ അപ്പാടെ തളർത്തും. ഈയൊരു അസ്ഥിരതയാണ് യഥാർത്ഥ മാനസിക ബലഹീനത. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഭാരവും നമ്മെ ഉള്ളിൽ നിന്ന് ശൂന്യമാക്കും. സംഭവിച്ചുപോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുന്നത് ഒരു നല്ല ഓർമ്മയല്ല, മറിച്ച് മനസ്സിനെ സ്വയം പീഡിപ്പിക്കലാണ്. ഭൂതകാലം ഇപ്പോൾ നിലവിലില്ലെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിഥ്യയിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സൈക്കോളജിയിൽ ഇതിനെ റൂമിനേഷൻ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കുന്ന ഈ ശീലമാണ് വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നമ്മെ നയിക്കുന്നത്. കരുത്തനായ ഒരാൾ ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും, പക്ഷേ അവിടെ ഒരിക്കലും തളച്ചിടപ്പെടില്ല. അതുപോലെ തന്നെയാണ് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള അനാവശ്യ ഭയവും. ഭാവി എന്നത് വെറുമൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക് കയ്യിലുള്ള വർത്തമാനകാലം നഷ്ടപ്പെടുന്നു. ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്നത് ഭാവിയെക്കുറിച്ചുള്ള അസുഖമാണ്. മനസ്സ് തന്റെ ഉള്ളിൽ നൂറുകണക്കിന് കഥകൾ മെനയുകയും അതിലെല്ലാം താൻ പരാജയപ്പെടുന്നത് സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നിമിഷത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുന്നവനാണ് മാനസികമായി കരുത്തൻ. ധ്യാനം എന്നത് മറ്റൊന്നുമല്ല, ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാനുള്ള മനസ്സിന്റെ പരിശീലനമാണ്. സ്വന്തം വികാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്തതാണ് മാനസിക തളർച്ചയുടെ അവസാന ഘട്ടം. ദേഷ്യം വരുമ്പോൾ ഉടനെ പൊട്ടിത്തെറിക്കുന്നതും പേടി തോന്നുമ്പോൾ പിന്തിരിഞ്ഞോടുന്നതും മനസ്സിന്റെ അസ്വാസ്ഥ്യമാണ്. വികാരങ്ങളെ അടിച്ചമർത്താനല്ല ബുദ്ധൻ പറഞ്ഞത്, മറിച്ച് അവയെ തിരിച്ചറിയാനാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ വികാരത്തെയും വെറുമൊരു സാക്ഷിയായി നോക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ അവയ്ക്ക് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും. ആ തിരിച്ചറിവാണ് യഥാർത്ഥ കരുത്ത്. മനക്കരുത്ത് എന്നത് നമ്മൾ ജനിക്കുമ്പോൾ കൂടെ കൂട്ടുന്ന ഒരു ഭാഗ്യമല്ല, മറിച്ച് അതൊരു നിരന്തരമായ പരിശീലനമാണ്, ആഴത്തിലുള്ള ഒരു തിരിച്ചറിവാണ്, അതിലുപരി ജീവിതത്തിന്റെ സുന്ദരമായ ഒരു കലയുമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷമാണ് ഈ കരുത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ലോകത്തെ മാറ്റിമറിക്കാനല്ല, മറിച്ച് സ്വയം തിരിച്ചറിയാനാണ് ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്. സ്വന്തം മനസ്സിനെ ആഴത്തിൽ അറിയുന്നവന് ജീവിതത്തിലെ എത്ര വലിയ കൊടുങ്കാറ്റിലും പതറാതെ നിൽക്കാൻ കഴിയും. എന്നാൽ മനസ്സിന്റെ അനാവശ്യ ചിന്തകളിൽ ഉലയുന്നവർ ശാന്തമായ കടലിൽ പോലും മുങ്ങിപ്പോയേക്കാം. പുറത്തുള്ള സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതല്ല മനക്കരുത്ത്, ഉള്ളിലെ കാഴ്ചപ്പാടുകളെ പാകപ്പെടുത്തുന്നതാണ്. ഈ യാത്രയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ സത്യവും ഒന്നാണ് അംഗീകരിക്കുക. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയാനും അവയെ സ്വീകരിക്കാനും പഠിക്കുന്നതാണ് മാനസിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏക വഴി. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ അതിന്റെ പൂർണ്ണരൂപത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് അത്. മിക്കവരും പതറിപ്പോകുന്നത് ഇവിടെയാണ്. പലപ്പോഴും നാം കലഹിക്കുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാലത്തോടും ജീവിതത്തോടുമാണ്. മാറ്റാൻ കഴിയാത്തവയെ മാറ്റിമറിക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ട് നാം നമ്മെത്തന്നെ തളർത്തുന്നു. അവസാനിച്ചുപോയ ഒരു ബന്ധത്തിലോ പാതിവഴിയിൽ പൊലിഞ്ഞുപോയ ഒരു സ്വപ്നത്തിലോ തട്ടി നമ്മുടെ മനസ്സ് അവിടെത്തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. മുന്നോട്ടുള്ള യാത്ര മറന്ന് ആ പഴയ വേദനകളിൽ നാം തടവിലാക്കപ്പെടുന്നു. എന്തെങ്കിലും നഷ്ടപ്പെട്ടതുകൊണ്ടല്ല ദുഃഖം കൂടുന്നത്, മറിച്ച് ആ നഷ്ടത്തെ വിട്ടുകളയാൻ നാം വിസമ്മതിക്കുന്നതുകൊണ്ടാണ്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ റെസിസ്റ്റൻസ് ടു റിയാലിറ്റി എന്ന് വിളിക്കുന്നു. നാം സത്യത്തെ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഭാരം പകുതിയായി കുറയുമെന്ന് ശാസ്ത്രം പറയുന്നു. അംഗീകരിക്കുക എന്നാൽ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം, മറിച്ച് മനസ്സിനെ അനാവശ്യ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു തുടങ്ങുന്നു. അടുത്ത വലിയ പോരാട്ടം നമ്മുടെ വികാരങ്ങളോടാണ്. ദേഷ്യം, പേടി, അസൂയ ഇവ വെറും വികാരങ്ങളല്ല, ഉള്ളിൽ ആളിക്കെത്തുന്ന തീയാണ്. ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നമ്മെത്തന്നെ ദഹിപ്പിച്ചു കളയും. ദേഷ്യം തോന്നരുതെന്ന് ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, മറിച്ച് ആ ദേഷ്യത്തെ വെറുമൊരു കാഴ്ചക്കാരനായി നിരീക്ഷിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ദേഷ്യത്തിന് അടിമപ്പെടുന്നത് സ്വയം നാശത്തിലേക്കുള്ള വഴിയാണ്. ഒരാൾ ദേഷ്യത്തിൽ പ്രതികരിക്കുമ്പോൾ അയാളുടെ വിവേകം നശിക്കുന്നുവെന്ന് ന്യൂറോ സയന്റിസ്റ്റുകളും സാക്ഷ്യപ്പെടുത്തുന്നു. വികാരങ്ങളെ തടയാതെ അവ വന്നുപോകുന്നത് ശാന്തമായി നോക്കി നിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മാനസിക കരുത്തുള്ളവൻ. വികാരങ്ങളുടെ യജമാനനാവുക, ഒരിക്കലും അവയുടെ ദാസനാവരുത്. സ്വന്തം ഉള്ളിലെ കത്തുന്ന ദേഷ്യത്തെ ജയിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വയം മുക്തനാവുക എന്നത്. ഇന്നത്തെ മനുഷ്യൻ സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും കമന്റുകളും പുകഴ്ത്തലുകളും പരിഹാസങ്ങളുമാണ് ഇന്ന് പലരുടെയും സന്തോഷം നിശ്ചയിക്കുന്നത്. എന്നാൽ മൗനത്തെ ഒരു വലിയ ശക്തിയായാണ് ബുദ്ധൻ കണ്ടത്. തന്റെ അപമാനിച്ചവർക്ക് മുന്നിൽ അദ്ദേഹം പുഞ്ചിരിയോടെ മൗനം പാലിച്ചു. എല്ലാ ശബ്ദങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടതില്ലെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കരുത്.
എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാതോർത്താൽ നിങ്ങളിലെ തനതായ ശബ്ദം അടിച്ചമർത്തപ്പെടും. ഒരുപക്ഷെ എന്നേക്കുമായി അതില്ലാതായെന്നും വരാം. ഇനി ഇതിനെല്ലാം ശേഷമുള്ള 4ാമത്തെ നിയമം നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ്. ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ന് പലർക്കും തനിച്ചായി പോകുന്നത് ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ ഉള്ളിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. പുറത്തെ ബഹളങ്ങൾ നിലയ്ക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് തന്നെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിരന്തരമായ സോഷ്യൽ സ്റ്റിമുലേഷനുകൾ നമ്മളെ ഉള്ളുപൊള്ളയായ മനുഷ്യരാക്കി മാറ്റുമെന്ന് മനഃശാസ്ത്രവും അടിവരയിടുന്നു. തനിയെ ശാന്തനായി ഒരിടത്തിരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും സ്വന്തം ആത്മാവിനെ തൊടാൻ കഴിയില്ല. ഏകാന്തത നിങ്ങളെ ദുർബലനാക്കുകയല്ല, മറിച്ച് നിങ്ങളെ കരുത്തനായി വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കൂട്ടത്തിന് നിങ്ങൾക്ക് ഒരു പേരോ വിലാസമോ നൽകാൻ കഴിഞ്ഞേക്കാം, പക്ഷെ മഹത്തായ ചിന്തകൾ ജന്മമെടുക്കുന്നത് ഏകാന്തതയുടെ മടിത്തട്ടിലാണ്. ജീവിത വിജയത്തിന്റെ 5ാമത്തെ പാഠമെന്നത് സമയത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നതാണത്. ഭൂതം ഒരു ഓർമ്മ മാത്രമാണെന്നും ഭാവി ഒരു സങ്കല്പം മാത്രമാണെന്നും ബുദ്ധൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും ഈ 2 ഇടങ്ങളിലായി ജീവിതം ഹോമിക്കുകയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറ്റബോധവും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയും നമ്മളെ തളർത്തുന്നു. ഭൂതകാലത്തിൽ ജീവിക്കുന്നത് വിഷാദത്തിലേക്കും ഭാവിയെക്കുറിച്ചുള്ള വേവലാതികൾ ഉത്കണ്ഠയിലേക്കും നമ്മളെ നയിക്കുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. എന്നാൽ വർത്തമാനകാലത്തിന് മാത്രമേ നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയൂ. ബുദ്ധൻ പഠിപ്പിച്ച മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന കലയുടെ പ്രാധാന്യവും ഇതുതന്നെയാണ്. ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിൽ പൂർണ്ണമായും ശ്രദ്ധയർപ്പിക്കുക. ഈ നിമിഷത്തെ ഭരിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഏതൊരു കൊടുങ്കാറ്റിനെയും ശാന്തമായി നേരിടാൻ സാധിക്കും. കാരണം ഇപ്പോൾ എന്ന നിമിഷത്തെ ജയിക്കുന്നവൻ ലോകത്തെ തന്നെ ജയിക്കുന്നു. ഏറ്റവും ആഴമേറിയ 6ാമത്തെ പാഠം ദുഃഖത്തെക്കുറിച്ചുള്ളതാണ്. ദുഃഖങ്ങളിൽ നിന്ന് ഓടിയൊളിക്കരുത്, മറിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ജീവിതത്തിന്റെ ഒരു സത്യമാണ് ദുഃഖം, എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് അജ്ഞതയാണ്. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ദുഃഖം ഒരു വഴികാട്ടിയും മികച്ച അധ്യാപകനുമാണ്. വലിയ വേദനകൾക്ക് ശേഷം മനുഷ്യർ ഒന്നുകിൽ തകർന്നുപോകും, അല്ലെങ്കിൽ മുൻപത്തേക്കാൾ കരുത്തരാകും എന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നു. ഇതിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ ദുഃഖത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. അതിനെ ഒരു ശാപമായി കാണുന്നവർ തകർന്നുപോകും, എന്നാൽ ഒരു പാഠമായി കാണുന്നവർ ജീവിതത്തിൽ ശോഭിക്കും. ദുഃഖം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് പുതിയൊരു മനുഷ്യനായി നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാനാണ് വരുന്നത്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ തകർച്ചകൾ നേരിടാറുണ്ട്. പക്ഷേ ചിലർ ആ തകർച്ചയിൽ ചിതറിപ്പോകുമ്പോൾ മറ്റു ചിലർ ആ കഷ്ണങ്ങൾ ചേർത്തുവെച്ച് കൂടുതൽ കരുത്തുറ്റവരായി മാറുന്നു. ഇന്നത്തെ മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ കാരണം അവൻ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. ലോകം കീഴടക്കാൻ ഓടുമ്പോഴും സ്വന്തം മനസ്സിനോട് അവൻ പരാജയപ്പെടുകയാണ്. ലോകത്തെ മാറ്റാനല്ല, സ്വന്തം മനസ്സിനെ പാകപ്പെടുത്താനാണ് ബുദ്ധൻ ഉപദേശിച്ചത്. മനസ്സിനെ മെരുക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഇവിടെയാണ് ഈ യാത്ര അതിന്റെ ഏറ്റവും സത്യസന്ധമായ തലത്തിലെത്തുന്നത്. മാനസിക കരുത്ത് എന്നത് ആർക്കും ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒന്നല്ല. അതൊരു ഭാഗ്യപരീക്ഷയുമല്ല, അതൊരു പരിശീലനമാണ്. കൃത്യമായ ഇടവേളകളിൽ നാം ചെയ്യേണ്ട മനസ്സിന്റെ വ്യായാമം. ശരീരം നന്നാക്കാൻ ജിമ്മിൽ പോകുന്നതുപോലെ മനസ്സിനെ കരുത്തുറ്റതാക്കാൻ നാം ബോധപൂർവം പരിശ്രമിക്കണം. ഗൗതമ ബുദ്ധന് ഒരു രാത്രി കൊണ്ടല്ല ജ്ഞാനോദയമുണ്ടായത്. വർഷങ്ങളോളം അദ്ദേഹം തന്നെ നിരീക്ഷിക്കുകയും പരാജയപ്പെടുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ശരിയായ രീതിയിൽ പരിശീലിക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ തലച്ചോറ് പ്ലാസ്റ്റിക് പോലെ മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ശീലമായും പിന്നീട് നമ്മുടെ സ്വഭാവമായും മാറുന്നു. ഇന്ന് നിങ്ങൾ ഭയത്തെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നാളെ ആ ഭയം നിങ്ങളുടെ യജമാനനായി മാറും. എന്നാൽ ഇന്ന് നിങ്ങൾ അവബോധത്തെയും ശാന്തിയെയുമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വമായി മാറും. ഇതിനെയാണ് ബുദ്ധൻ കർമ്മം എന്ന് വിളിച്ചത്. ഇന്നത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ് നാളത്തെ നമ്മുടെ ജീവിതം. നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതുതന്നെയായി നിങ്ങൾ മാറുന്നു. ഇതൊരു തത്വശാസ്ത്രം മാത്രമല്ല, മനസ്സിനെക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രം കൂടിയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നതല്ല നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി, മറിച്ച് ആ വേദനകളിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നതാണ്. സങ്കടങ്ങളെ ഭയന്നോടാനും അവയെ കണ്ടില്ലെന്ന് നടിക്കാനും ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്ന് തകർന്നുപോകുന്നത്. എന്നാൽ ആ വേദനയുടെ ആഴം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിന്റെ പകുതി ഭാരവും ഇറക്കിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക മനഃശാസ്ത്രവും അടിവരയിടുന്നത് ഈ സത്യത്തെ തന്നെയാണ്. ജീവിതത്തിൽ വേദനകൾ ഒഴിവാക്കാനാവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വേദനയെ ഓർത്ത് നീറിപ്പിടിച്ചു കഴിയണോ എന്നത് നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ഒരു പ്രയാസം വരുമ്പോൾ അതിനെ വലിയൊരു ദുരന്തമാക്കി മാറ്റണോ അതോ അതിനെ അതിജീവിക്കണോ എന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഈ വ്യത്യാസം തിരിച്ചറിയുന്നവനെയാണ് യഥാർത്ഥത്തിൽ മാനസികമായി കരുത്തൻ എന്ന് വിളിക്കുന്നത്.
ഇന്ന് നിങ്ങൾ കൈക്കൊള്ളുന്ന ഓരോ തീരുമാനവുമാണ് നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നത്. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ജീവിതം നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഓരോ തകർച്ചയും നിങ്ങളെ പുതിയൊരു പാഠം പഠിപ്പിക്കാനാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ജീവിതം നിങ്ങളെ കൂടുതൽ കരുത്തനായി വാർത്തെടുക്കുകയേയുള്ളൂ. ഇരുട്ടിനെ പഴിച്ച് ആർക്കും വെളിച്ചത്തിലേക്കെത്താൻ കഴിയില്ലെന്നും ആ വെളിച്ചം സ്വന്തം ഉള്ളിൽ തന്നെയാണ് തെളിക്കേണ്ടതെന്നും ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ബാക്കിയാവുന്നു. ഇത് മറ്റാരോടും ചോദിക്കേണ്ട ഒന്നല്ല, നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സാഹചര്യങ്ങളുടെ അടിമയായി തുടരണോ, അതോ സ്വന്തം മനസ്സിന്റെ രാജാവായി മാറണോ? ഓരോ പരാജയത്തിനും വിധിയെ പഴിച്ച് സ്വയം ദുർബലനാകണോ, അതോ ആ വെല്ലുവിളികൾക്കിടയിലും സ്വയം കരുത്താർജിക്കണോ? ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടം സ്വന്തം മനസ്സിനോട് തന്നെയാണെന്നും അതിൽ വിജയിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും കഴിയില്ലെന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുള്ളിൽ എവിടെയോ ഒരു മാറ്റത്തിന്റെ നാമ്പ് മുളച്ചിട്ടുണ്ട് എന്നാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു സങ്കടമാകാം, അല്ലെങ്കിൽ ഒരു ചോദ്യമാകാം, അതുമല്ലെങ്കിൽ ഒരു ചെറിയ അസ്വാസ്ഥ്യമാകാം. ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ചിന്തകളെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറും വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കൊരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിനെ നിങ്ങളുടെ ആത്മമിത്രമായി ചേർത്ത് പിടിക്കാം. ഇത് കേവലം വിനോദത്തിനോ ബഹളങ്ങൾക്കോ വേണ്ടിയുള്ള ഒരിടമല്ല, പുറത്തെ കാഴ്ചകളിലല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ആൾക്കൂട്ടത്തിലല്ല, സ്വന്തം ഉള്ളിലാണ് യഥാർത്ഥ കരുത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്താഗതികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം. ബുദ്ധന്റെ ആ ലളിതമായ സന്ദേശമെന്നും ഓർക്കുക, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെയായി നിങ്ങൾ മാറും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താക്കി മാറ്റുക. എന്നാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്, അന്ന് ഈ ലോകത്തിനു പോലും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അടുത്ത ചുവടുവയ്പ്പിനായി നമുക്കിപ്പോൾ തന്നെ തയ്യാറെടുക്കാം.